ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് റെസ്റ്റോറന്റ്, സാറാസ് കോംപ്ലക്സ്, നിയർ യൂണിയൻ ബാങ്ക്, TV ജംഗ്ഷൻ, KP റോഡ്, പുനലൂർ. ചരിത്രം വിളിച്ചോതുന്ന തൂക്കുപാലത്തിന്റെ മണ്ണിൽ പുതുമയിലും വൃത്തിയിലും സംസ്കാരത്തിലും പുതിയൊരു രുചിക്കൂട്ട്. ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ: AC, non-AC ഡൈനിങ്, കിഡ്സ് പ്ലേ ഏരിയ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം, അതിവിശാലമായ ഞങ്ങളുടെ വിഭവശ്രേണി, ഞങ്ങളുടെ മാത്രം രുചിക്കൂട്ടിൽ തയ്യാർ ചെയ്ത ദം ബിരിയാണി, കലം ബിരിയാണി, വിവിധതരം മത്സ്യവിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ, ഡെസേർട്ടുകൾ, ഫ്രഷ് ജ്യൂസുകൾ, ഷേക്കുകൾ മുതലായവ ഞങ്ങൾ പുതുമയിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. Inaugural offer on all Arabian foods. Special packages for get-together function, family meeting, birthday parties and all other functions, etc. പുനലൂരിന്റെ ചരിത്രത്തിലാദ്യമായി ഹോം ഡെലിവറി സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിളിക്കുക 0475222907. Elegant Restaurant, Saras Complex, near Union Bank, TV Junction, KP Road, Punalur. Elegant Restaurant. Get more of what you really want. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ചായം ചിന്നും ശലഭം തെളിയും മഴവിൽ Extract of nature. Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. പ്രധാന വാർത്തകൾ. RSS BJP നേതൃത്വത്തിനെതിരെ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ രൂക്ഷ വിമർശനം. ഇന്ത്യൻ ജുഡീഷ്യറിയെ പോലും RSS BJP നേതൃത്വം വെല്ലുവിളിക്കുന്നതായി മന്ത്രി. പീഡനക്കേസിലെ പ്രതി അറസ്റ്റിലായത് വെളിച്ചിക്കാല സ്വദേശി മനു. മദ്രസ അധ്യാപകനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. പത്തനാപുരത്ത് വിവിധ മുസ്ലിം സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. RSS BJP നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. ഇന്ത്യൻ ജുഡീഷ്യറിയെ പോലും വെല്ലുവിളിച്ചാണ് RSSും BJPയും പ്രവർത്തിക്കുന്നതെന്നും മേഴ്സിക്കുട്ടിയമ്മ കരവാളൂരിൽ കുറ്റപ്പെടുത്തി. ഇന്ത്യൻ ജുഡീഷ്യറിയെ പോലും വെല്ലുവിളിച്ചാണ് RSS BJP നേതൃത്വം പ്രവർത്തിപ്പിക്കുന്നതെന്നും രാജ്യത്തെ നിയമസംഹിതകൾ ഇവർ കാറ്റിൽ പറത്തുകയാണെന്നും മേഴ്സിക്കുട്ടിയമ്മ കുറ്റപ്പെടുത്തി. രാമൻ ജനിച്ച സ്ഥലം സമ്മാനമായി തരണമെന്നാണ് ഇപ്പൊ പ്രഖ്യാപിച്ചത്. രാജ്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ നിയമമൊന്നും അവർക്ക് ബാധകമല്ലെന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ്. ജുഡീഷ്യറി പോലും മാറുന്ന അന്തരീക്ഷത്തിൽ തീവ്ര വർഗീയതയ്ക്ക് കീഴ്പ്പെടുന്നുവോ എന്ന് ഭയക്കുന്ന തരത്തിലേക്കാണ് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് വന്നിരിക്കുന്നത്. രാജ്യത്ത് നിയമമില്ലേ? ഭൂമി ആരുടെ കയ്യിലിരിക്കുന്നു? അവകാശം എങ്ങനെ നിശ്ചയിക്കാനുള്ള നിയമങ്ങളൊന്നും രാജ്യത്തില്ലാത്തതിന്റെ പേരിലാണോ നീട്ടി കൊണ്ടുപോയി ഇപ്പൊ പുറത്തൊരു സമന്വയം എന്ന സംഗതിയിലേക്ക് വന്നിരിക്കുന്നത്? RSSന്റെ മുന്നിൽ സമന്വയം എന്ന കാര്യം സാധ്യമാണോ രാജ്യത്ത്? രാമൻ ജനിച്ച ഭൂമി, രാമൻ ഇവിടെ തന്നെ ജനിച്ചു എന്നാണ് കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നത്. തീവ്ര ഹിന്ദുത്വം പ്രചരിപ്പിച്ച് മതന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടാണ് BJP UPയിൽ അധികാരത്തിൽ വന്നതെന്നും മേഴ്സിക്കുട്ടിയമ്മ ആരോപിച്ചു.
ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഹിന്ദു ദേശീയത പറഞ്ഞ് മുന്നോക്ക പിന്നോക്കങ്ങളെ കൂട്ടിയോജിപ്പിച്ച് തീവ്ര ഹിന്ദുത്വത്തെ വിലവേശി തീവ്ര ഹിന്ദുത്വം കച്ചവട ചരക്കാക്കിയിട്ടാണ് UP-യിൽ BJP ഇപ്പൊ അധികാരത്തിൽ വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കരവാളൂരിൽ തൂങ്ങി മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ 18-ാം തീയതി വൈകിട്ടാണ് വിദ്യാർത്ഥിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കരവാളൂർ പൊയ്കമുക്ക് സ്വദേശിയായ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ 18-ന് വൈകിട്ടാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരിയുടെ സ്കൂൾ വാർഷികാഘോഷ പരിപാടികൾക്കായി വീട്ടിലുള്ളവർ പോയ സമയത്താണ് വിദ്യാർത്ഥി തൂങ്ങി മരിച്ചതെന്ന് കരുതപ്പെടുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് വിദ്യാർത്ഥി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായതായി തെളിഞ്ഞത്. പുനലൂർ CIയുടെ ചുമതലയുള്ള അഞ്ചൽ CI അഭിലാഷിനാണ് അന്വേഷണ ചുമതല. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വ്യാഴാഴ്ച വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിച്ചു. പ്രതിയെപ്പറ്റി വ്യക്തമായ സൂചനകളില്ലെങ്കിലും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണവുമായി പോലീസ് മുന്നോട്ടു പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പീഡനക്കേസിലെ പ്രതി അറസ്റ്റിൽ. വെളിച്ചിക്കാല മനു ഭവനിൽ മനുവാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. വെളിച്ചിക്കാല മനു ഭവനിൽ മനുവിനെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെ വെളിച്ചിക്കാലയിലെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ A. അഭിലാഷ്, ഏരൂർ SI L. രമ, CPO രജ്വീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 2015-ലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ചന്നപ്പേട്ട മൂങ്ങോട് സ്വദേശിനിയായ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ഗർഭിണിയായതറിഞ്ഞപ്പോൾ ഒളിവിൽ പോവുകയുമായിരുന്നു അത്രേ. ഇതേ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. വെളിച്ചിക്കാല സ്വദേശിയായ മനു ചന്നപ്പേട്ടയിൽ വാടകയ്ക്ക് താമസിച്ചു വരവെയാണ് പെൺകുട്ടിയുമായി അടുപ്പം സ്ഥാപിച്ചത്. പ്രതി വെളിച്ചിക്കാലയിലുള്ള വീട്ടിൽ താമസിക്കുന്നതായുള്ള രഹസ്യവിവരം കൊല്ലം റൂറൽ SP സുരേന്ദ്രന് ലഭിച്ചതിനെ തുടർന്ന് SP-യുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പുനലൂർ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പത്തനാപുരത്ത് മദ്രസ അധ്യാപകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ പത്തനാപുരത്ത് പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു. കാസർഗോഡ് മദ്രസ അധ്യാപകനെ കിടപ്പുമുറിയിൽ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ പത്തനാപുരത്ത് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കുകൊണ്ടു. ടൗൺ മുസ്ലിം പള്ളിക്ക് മുമ്പിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34. മാനേജ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. Qualified teachers, well-equipped library and labs, smart class, kids section and extracurricular activities. I want to be a pilot. I want to be an IAS officer. Hi, my name is Darshana. I want to be a doctor. I want to be a professor. I want to be a chartered accountant. Hi, I want to be a teacher.
പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ ഇടമൺ 34. Managed by പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ് ചെമ്മന്തൂർ പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ് പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. വി ഓഫർ എ ന്യൂ ലൈഫ് സ്റ്റൈൽ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ് ചെമ്മന്തൂർ പുനലൂർ. ഫോൺ 0475 2220 357 9745 201088. പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്. പ്രമുഖ കമ്പനികളായ കജാറിയ, ഐക്കൺ, ഏഷ്യൻ, ഇറ്റാലിക്ക എന്നിവയുടെ ടൈൽസും. അരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ലെഗ്രാൻഡ്, ഹാവൽസ്, ബജാജ് എന്നിവയുടെ ഇലക്ട്രിക്കൽ ഗുഡ്സ്. വിവിധയിനം ഫാൻസി ലൈറ്റുകൾ. പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ. കിച്ചൺ കബോർഡ് ആക്സസറീസ്. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475 222 1205 9946977578. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ ആനപ്പുഴകളിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന LPG ഗ്യാസ് ഗോഡൌൺ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് അഞ്ചൽ ആനപ്പുഴയ്ക്കൽ. ഇവിടെ ജനസാന്ദ്രതയും കൂടുതലാണ്. ഇത്രയുമധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ആനപ്പുഴയ്ക്കലിൽ LPG ഗോഡൌൺ സ്ഥാപിക്കാനുള്ള അധികൃതരുടെ തീരുമാനം പരിശോധിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഗോഡൌൺ സ്ഥാപിക്കുന്നതിലൂടെ ആളുകളുടെ ജീവനും സ്വത്തിനും ആപത്തായി മാറുമെന്ന് സമീപവാസികൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഗ്യാസ് ഗോഡൌൺ ഇവിടെ തുടരാൻ അനുവദിക്കില്ല എന്നാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് അവര് വർക്കിന് പ്രൊട്ടക്ഷൻ പോലീസ് പ്രൊട്ടക്ഷൻ വാങ്ങിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു ശ്രമം നടത്തുകയും പ്രദേശവാസികൾ ഒന്നരംഗം ഇറങ്ങി നിന്നുകൊണ്ട് അതിനെ തടയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ വീണ്ടും പോലീസ് കടയ്ക്കൽ സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്നു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായ പ്രാരംഭ നടപടികൾ തുടങ്ങി. അതും ഇവിടുത്തെ ജനങ്ങൾ തടഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് ഈ ഗോഡൌണിന്റെ നടത്തിപ്പുകാരായ കടയ്ക്കൽ സ്വദേശികളായ ആളുകൾ വന്ന് ഇവിടുത്തെ പ്രദേശവാസികളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങൾ നാളെ മുതൽ പണി തുടങ്ങും, എന്ത് സംഭവിച്ചാലും ഞങ്ങൾ തുടങ്ങുമെന്നൊരു ധിക്കാരപരമായ സമീപനത്തോടുകൂടി സംസാരിച്ചിട്ട് പോയിരിക്കുകയാണ്. ഗോഡൌൺ ഇവിടെ വരാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇതെല്ലാം അതുകൊണ്ട് ഒരു കാരണവശാലും ഇതൊക്കെ വരാൻ പറ്റത്തില്ലെന്നാണ് എന്റെ അഭിപ്രായം. അഭിപ്രായമല്ല, ഞാൻ എല്ലായിടവും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ഇതുവരെ ഒറ്റക്കെട്ടായിട്ട് കഴിഞ്ഞ 3 വർഷമായി ജനങ്ങൾ ഈ ഗോഡൌണിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞിരിക്കുകയായിരുന്നു. ഇതിനെതിരെ ഹൈക്കോടതി വിധി വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ അധികൃതർ ശ്രമിക്കുകയാണെന്നും ഇതിനെതിരെ ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറാണെന്നും സമരസമിതി ചെയർമാൻ അൻസാരി പറഞ്ഞു. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്നും ഭയം കൂടാതെ ജന്മനാട്ടിൽ കഴിയാനുള്ള സാഹചര്യമാണ് തങ്ങൾക്ക് വേണ്ടതെന്നും അൻസാരി പറഞ്ഞു. നവാസ്, ഷംസുദ്ദീൻ, നസീമ ബിവി, അദബിയ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ലൈവ് വാർത്ത, അഞ്ചൽ. കരാളൂരിൽ സ്ത്രീകളെയും 1.5 വയസ്സ് പ്രായമുള്ള കുട്ടിയെയും വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി. അക്രമികൾക്കെതിരെ പോലീസ് നിസ്സാര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തതെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. മണിയാർ പരവട്ടം സജി ഭവനിൽ സ്മിതയ്ക്കും വിഷ്ണുപ്രിയയ്ക്കുമാണത്രേ മർദ്ദനമേറ്റത്.
വിഷ്ണുപ്രിയയുടെ ഭർത്താവായ സന്തോഷിന്റെ ആദ്യ ഭാര്യയുടെ സഹോദരൻ മഹേഷ് സുഹൃത്തുക്കളുമായി വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഇവർ പറയുന്നു. ഞാനാണെങ്കിൽ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ആണെങ്കിൽ ശംഭും അയാളുടെ കൂടെ മൂന്ന് പേരും കൂടെ വീട്ടിൽ കയറി വന്ന് അന്ന് കതവിന് തട്ടി. എന്നിട്ട് ജനലിന് വന്ന് അടിച്ചിട്ട് ചോദിച്ച് ആരുമില്ല ഇവിടെ, കഥ ഉറക്കടി, പിന്നെ നിന്റെ ഭർത്താവ് എന്തി, അവനെ ഇങ്ങോട്ട് ഇറക്കി വിട്, ഞങ്ങൾ ആരാന്ന് കാണിച്ചു തരാമെന്നുകൊണ്ട് വീട്ടിൽ കയറി വന്ന് പിന്നെ ഒരുപാട് അസഭ്യം പറയേ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ അന്നേരം ചേട്ടനും ചേട്ടത്തി അപ്പുറത്ത് നിൽക്കുമായിരുന്നു. അവർ ചേട്ടൻ വന്നിട്ട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇവിടെ വന്ന് വിഷയം ഉണ്ടാക്കുന്നത്, നിങ്ങൾ പോ എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ആരാന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത വിളിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത്. അപ്പോൾ എന്നെ ആണെങ്കിൽ എൻ്റെ ചെവിക്കല്ലിന് അടിക്കുകയും എൻ്റെ പുറത്ത് കൈത്തോളെ അടിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 3:30 മർദ്ദനം. വിഷ്ണുപ്രിയയുടെ 1.5 വയസ്സുള്ള കുട്ടിയെ അടക്കം അക്രമികൾ മർദ്ദിച്ചിരുന്നു അത്രേ. മർദ്ദനശേഷം വീട്ടിലുള്ളവരെല്ലാം കൊന്നുകളയുമെന്ന് അക്രമികൾ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നുണ്ട്. പോലീസിൽ പരാതി നൽകിയെങ്കിലും പ്രതികൾക്കെതിരെ നിസാര വകുപ്പുകൾ ചുമത്തി കേസ് നിസാരവൽക്കരിക്കാനാണ് പുനലൂർ പോലീസ് ശ്രമിച്ചതെന്ന് പരാതിക്കാർ വ്യക്തമാക്കി. അന്നേരം പോലീസുകാർ വന്നപ്പം ചേട്ടനെ പിടിച്ച് വിരട്ടിയിട്ട് പറഞ്ഞു, നീയൊക്കെ എവിടാന്ന് വെച്ചാൽ മേളിൽ കൊണ്ടുവന്ന് കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പോയി. ഇവിടെ എല്ലാം ആള് നിൽപ്പുണ്ടായിരുന്നു, എല്ലാം കണ്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ആരോടും ഒരു അന്വേഷണം പോലും നടത്താതെ അവരങ്ങ് പോയി. ആ പരാതിക്കകത്ത് ഞങ്ങൾ പറഞ്ഞ പകുതി കാര്യങ്ങളും അവരത് എഴുതി ചേർത്തില്ല. അവർ എഴുതി ചേർക്കാതെ അവർക്ക് തോന്നിയ രീതി അവർ മൊഴി എഴുതി അവരുടെ സൈഡാണ് നിന്നത്. ഞങ്ങൾക്ക് നീതി തന്നിട്ടില്ല, ഞങ്ങൾക്ക് നീതി ലഭിക്കണം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ നടത്തിയ ധർണയുടെ ഭാഗമായാണ് പുനലൂരിലും കൂട്ടധർണ നടന്നത്. ജനപക്ഷ ബജറ്റ് നിർദ്ദേശങ്ങളെ പിന്തുണയ്ക്കുക, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉടൻ യാഥാർത്ഥ്യമാക്കുക, സിവിൽ സർവീസ് കാര്യക്ഷമവും ജനോപകാരപ്രദവുമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാർ കൂട്ടധർണ സംഘടിപ്പിച്ചത്. വ്യാഴാഴ്ച ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ കൂട്ടധർണയുടെ ഭാഗമായിട്ടാണ് പുനലൂരിലും കൂട്ടധർണ സംഘടിപ്പിച്ചത്. പുനലൂർ KSRTC ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച കൂട്ടധർണ കേരള NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VK ഷീജ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്നതിന് മുൻപ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞു. അത് ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. എന്തേ ഇവിടെ കിടന്ന് എന്തിനെ ബഹളം കൂട്ടുന്നു? പാർലമെന്റിന്റെ മുന്നിൽ ചെന്ന് ഈ ബില്ലങ്ങ് മാറ്റാൻ പറഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. ഇന്ത്യ മഹാരാജ്യം മൊത്തം അവിടെ എങ്ങും വയ്യ. അവിടെ തോളോട് ചേർന്നുകൊണ്ട് കോൺഗ്രസും BJPയും ഒരേ നാണയത്തിന്റെ തൂവൽ പക്ഷികളായി നിന്നുകൊണ്ട് നടപ്പിലാക്കിയ ഒരു ഇന്ത്യൻ പാർലമെന്റ് നടപ്പിലാക്കിയ ഒരു നിയമം. ഇവിടെ തൊഴിലാളികളോട് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ആ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്നതിന് മുൻപായി പറഞ്ഞു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കും. ഗവൺമെന്റ് കമ്മീഷൻ വെച്ചു കഴിഞ്ഞു. പക്ഷേ ഇന്ത്യൻ പാർലമെന്റിൽ നിയമമാക്കിയ ഒരു സാധനം ഇവിടുത്തെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി ഒപ്പിട്ട് കൊടുത്ത പങ്കാളിത്ത പെൻഷൻ പദ്ധതി അത് പരിശോധിക്കണമെങ്കിൽ നിരവധിയായ വിവിധ തലങ്ങളിൽ അത് പരിശോധിക്കപ്പെടേണ്ടി വരും. പുനലൂർ ഏരിയ സെക്രട്ടറി SR സോണി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സബി, സോളമൻ, സിയാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. CPM കരവാളൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ EMS AKG ദിനാചരണം സംഘടിപ്പിച്ചു. അന്തരിച്ച മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് പിള്ളയുടെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനവും ചടങ്ങിൽ നടന്നു. CPM കരവാളൂർ ഈസ്റ്റ്, വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് EMS AKG ദിനാചരണം സംഘടിപ്പിച്ചത്. ദിനാചരണം ഫിഷറീസ് വകുപ്പ് മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ എത്ര ജാഗ്രതയോടുകൂടി AKGയും EMSഉം P കൃഷ്ണപിള്ള അടക്കമുള്ള പാർട്ടിയുടെ സമുന്നതരായ ആചാര്യന്മാർ ത്യാഗോജ്ജലമായ പ്രവർത്തനത്തിൽ കൂടെ ജന്മിത്വത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പടവാളൂന്നി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സമാന്തരമായി തന്നെ പോരാട്ടം നയിച്ച് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളൂർ എന്ന് പറഞ്ഞ് ഹോയ് ഹോയ് പറഞ്ഞ് മനുഷ്യനെ ആട്ടിപ്പായിച്ചിരുന്ന കാലം. നരൻ അധമനെന്ന് പോൽ എന്ന് കുമാരനാശാന് മനം തൊന്ന് പാടേണ്ടി വന്നത് മനുഷ്യനെ തന്നെ അശുദ്ധ വസ്തുവായി കണ്ടിരുന്ന ഒരു കാലത്താണ് മനുഷ്യനെ മനുഷ്യനായി മാറ്റാൻ അന്യന്റെ ശബ്ദം സംഗീതം പോലെ ശ്രവിക്കുന്ന ഒരു കാലാവസ്ഥ രൂപപ്പെടുത്താൻ വേണ്ടി നടത്തിയ ത്യാഗോജ്ജലമായ പോരാട്ടമാണ്
നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അടിത്തറ ഈ നാട്ടിൽ ഇടുവാനും അത് വികസിപ്പിക്കുവാനും കഴിഞ്ഞിട്ടുള്ളത്. CPM ഏരിയ കമ്മിറ്റി അംഗം ഡോക്ടർ കെ ഷാജി ചടങ്ങിൽ അധ്യക്ഷനായി. വി രാമചന്ദ്രൻപിള്ള സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CPM നേതാക്കളായ S ജയമോഹൻ, ജോർജ് മാത്യു, S ബിജു, രഞ്ജു സുരേഷ്, സരോജാദേവി, പ്രദീപ് ചന്ദ്രൻ, ലൈലജ തുടങ്ങിയവർ സംസാരിച്ചു. അന്തരിച്ച മുൻ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് പിള്ളയുടെ കുടുംബത്തിനായി പാർട്ടി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. CPM കരവാളൂർ ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 11 ലക്ഷത്തിൽ പരം രൂപ മുടക്കിയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. EMS AKG ദിനാചരണ സമ്മേളനത്തിന്റെ മുന്നോടിയായി കരവാളൂരിൽ പ്രകടനവും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. 2 മാസത്തിന് മുമ്പാണ് ഈ സോറിയാസിസ് ആണെന്ന് അറിയുന്നത്. 6 മാസത്തിന് മുമ്പ് ഇത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് ഗൾഫിലായിരുന്നു. ഗൾഫിൽ വെച്ച് അവിടെ ആൽനൂർ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനും ഗുളികയും മരുന്നും ഗ്രീമും അതും ഇതെല്ലാം 19,000 രൂപ അങ്ങനെ അവിടെ ചിലവായി. ശരീരം മൊത്തം പൊങ്ങി പുറകുറുത്ത് നാശമായി, നീരും കൊണ്ട് കിടക്കാനും വയ്യ, ആന്തരഭാഗം മൊത്തം കയറി വീർത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ പാലക്കാട്ടുകാർ നേഴ്സ് പറഞ്ഞ് സോറിയാസിൻ്റെ ആണ്. അങ്ങനെ പെട്ടെന്ന് കയറി വന്നാണ് ഈ ഡോക്ടറെ കണ്ട് ഇപ്പം 45 ദിവസം കൊണ്ട് പരിപൂർണ്ണ സുഖമായി. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. ഫോൺ 0475-235-4777. KCB ഓഫീസിന് സമീപം, ഷാലിമാർ ബിൽഡിംഗ്, കരുനാഗപ്പള്ളി. ഫോൺ 8086837777. ഇന്ത്യയിലും വിദേശത്തും ധാരാളം തൊഴിലവസരങ്ങളുള്ള ആയുർവേദ പഞ്ചകർമ്മ നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, പത്തനാപുരം, കരുനാഗപ്പള്ളി. ആലഞ്ചേരിയിലെ പുരുഷന്മാരുടെ കൂട്ടായ്മയിൽ ആലഞ്ചേരി ജംഗ്ഷൻ ശുചീകരിച്ചു. അഞ്ചൽ ആലഞ്ചേരി കൈരളി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം.
അഞ്ചൽ ആലഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൈരളി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആലഞ്ചേരി ജംഗ്ഷൻ പൂർണ്ണമായും ശുചീകരിച്ചു. വേനൽമഴ വർദ്ധിച്ചതോടെ ആലഞ്ചേരി ജംഗ്ഷനും പരിസര പ്രദേശങ്ങളും പൂർണ്ണമായും മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളും അടിഞ്ഞുകൂടി വൃത്തികേടായി കിടക്കുകയായിരുന്നു. കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് രോഗങ്ങൾ പരത്തിയിരുന്നു. ഇതിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക സേവനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കൈരളി പുരുഷ സ്വയം സഹായ സംഘത്തിലെ സന്നദ്ധ സേവകർ രംഗത്തിറങ്ങുകയായിരുന്നു. ആലഞ്ചേരി ജംഗ്ഷനിൽ രാധാമാധവ ക്ഷേത്രം മുതൽ പെട്രോൾ പമ്പ് വരെയും വഞ്ചിമുക്ക് വരെയുമുള്ള പ്രദേശങ്ങളാണ് വൃത്തിയാക്കിയത്. സംഘം രൂപീകരിച്ചിട്ട് 4 മാസങ്ങളെ ആയുള്ളൂ എങ്കിലും ഒട്ടേറെ സേവന പ്രവർത്തനങ്ങളാണ് സംഘം നടത്തിയത്. ചികിത്സാ ധനസഹായം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇതിൽപ്പെടും. സംഘം പ്രസിഡന്റ് മോൻസി ഉമ്മൻ, സെക്രട്ടറി ബാലൻപിള്ള, ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ എന്നിവർ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ലൈവ് വാർത്ത അഞ്ചൽ. കിസാൻ ജനത കൊല്ലം ജില്ലാ സെക്രട്ടറിയായി കുതിരച്ചിറ രാജശേഖരനെ തെരഞ്ഞെടുത്തു. നിലവിൽ പാർട്ടി നിയോജകമണ്ഡലം ഭാരവാഹിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു രാജശേഖരൻ. കിസാൻ ജനത കൊല്ലം ജില്ലാ സെക്രട്ടറിയായി കുതിരച്ചിറ രാജശേഖരനെ തെരഞ്ഞെടുത്തു. പ്രൊഫസർ വി മാധവൻപിള്ളയുടെ അധ്യക്ഷതയിൽ കൂടിയ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് കുതിരച്ചിറ രാജശേഖരനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. നിലവിൽ പാർട്ടി നിയോജകമണ്ഡലം ഭാരവാഹിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വീണ്ടും പ്രധാന വാർത്തകൾ. RSS BJP നേതൃത്വത്തിനെതിരെ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ രൂക്ഷ വിമർശനം. ഇന്ത്യൻ ജുഡീഷ്യറിയെ പോലും RSS BJP നേതൃത്വം വെല്ലുവിളിക്കുന്നതായി മന്ത്രി. പീഡനക്കേസിലെ പ്രതി അറസ്റ്റിലായത് വെളിച്ചിക്കാല സ്വദേശി മനു. മദ്രസ അധ്യാപകനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. പത്തനാപുരത്ത് വിവിധ മുസ്ലിം സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക. നമസ്കാരം.